ന്യൂസ് 16 കേരള. സൗദിയിലുണ്ടായ ബസ് അപകടത്തിൽ അറബ് വംശജരായ 14 പേർ മരിച്ചു. സൗദിയിലുണ്ടായ ബസ് അപകടത്തിൽ അറബ് വംശജരായ 14 പേർ മരിച്ചു. സൗദിയിലെ യാംബൂവിൽ നിന്ന് സന്ദർശക വിസ പുതുക്കാനെത്തിയ ഈജിപ്ഷ്യൻ പൗരന്മാരെയും മറ്റു ചില അറബ് രാജ്യങ്ങളിലെ പൗരന്മാരെയും കൊണ്ട് ജോർദാനിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച അർദ്ധരാത്രി ഉംലജിന്റെയും അൽവഹജിന്റെയും ഇടയിലുള്ള സ്ഥലത്ത് വെച്ച് ഇവർ സഞ്ചരിച്ച ബസ് മറിഞ്ഞാണ് അപകടം. ശനിയാഴ്ച വൈകിട്ടോടെയാണ് യാംബൂവിൽ നിന്ന് പരിസര പ്രദേശങ്ങളിൽ നിന്നും മറ്റുള്ള യാത്രക്കാരെയും കൂട്ടി ബസ് പുറപ്പെട്ടത്. യാംബൂവിൽ ജോലി ചെയ്യുന്ന നിരവധി ഈജിപ്ഷ്യൻ കുടുംബങ്ങളും കുട്ടികളും വാഹനത്തിലുണ്ടായിരുന്നുവെന്നാണ് അറിയുന്നത്. യാംബൂ അൽഷിഫ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഈജിപ്ത് സ്വദേശിനിയുടെ 2 മക്കളും അപകടത്തിൽ മരിച്ചതായി വിവരമുണ്ട്. മരിച്ചവരിൽ കൂടുതലും ഈജിപ്ത് സ്വദേശികളാണെന്നുള്ള വിവരം മാത്രമാണ് അറിയുന്നത്. അപകടം നടന്ന ഉടനെ സിവിൽ ഡിഫൻസ്, റെഡ് ക്രസന്റ് സന്നദ്ധ പ്രവർത്തകർ സ്ഥലത്തെത്തിയിരുന്നു. ബസ് ഡ്രൈവർ ഉറങ്ങിയതാവാം ബസ് അപകടത്തിന് കാരണമെന്നും പ്രാഥമിക നിഗമനത്തിലാണ് അധികൃതർ. പരിക്ക് പറ്റിയവരെ ഉംലജിലെയും അൽവഹജിലെയും ആശുപത്രികളിലേക്ക് ഉടൻ മാറ്റിയതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. മരിച്ചവരിൽ ഏറെയും വിദ്യാർത്ഥികളും കുട്ടികളുമാണെന്നും പരിക്കേറ്റതിൽ അധികം പേരും ഗുരുതരാവസ്ഥയിലാണെന്നും അപകട സ്ഥലത്തുണ്ടായ ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.